നമസ്കാരം. ഇത് രാജീവാണ്, അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന്. അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒരു CS ഗുരുകുലമാണ്. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, കമ്പനി സെക്രട്ടറി എക്സാമിനേഷൻസ് 2024 ഡിസംബർ സെഷൻ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ 10 ദിവസമേ ഉള്ളൂ. ഈ പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾ എൻ്റെ ഒരു 38 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, കഴിഞ്ഞ 12 വർഷത്തെ കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം പഠിപ്പിച്ച എക്സ്പീരിയൻസ് വെച്ചിട്ട്, റാങ്ക് ഹോൾഡേഴ്സിനടക്കം ക്രിയേറ്റ് ചെയ്തൊരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യണം എന്ന് തോന്നുന്ന ചില പോയിന്റുകളാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ വീഡിയോ മുഴുവനുമായിട്ടും കാണുക. കാരണം പരീക്ഷയിൽ കുറേയധികം കാര്യങ്ങൾ പഠിച്ചതുകൊണ്ട് മാത്രം നമ്മൾ പാസ്സാകാറില്ല. ആ പഠിച്ച കാര്യം വൃത്തിയായിട്ട് എഴുതി വെച്ച് അതവർക്ക് മനസ്സിലായാൽ മാത്രമേ നമ്മൾ പാസ്സാവുള്ളൂ. സോ അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നതാണ് ഞാനിവിടെ പറയുന്നത്. സോ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്നോട് ഈ പരീക്ഷ കഴിഞ്ഞ് വരുന്ന പലരും പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റ് എന്ന് പറഞ്ഞാൽ, സർ സമയം കിട്ടിയില്ല എന്നുള്ളതാണ്. അതായത് നമുക്കിത് മുഴുവനും എഴുതി തീർക്കാൻ സാധിച്ചില്ല. സർ, ഞാൻ 2ാമത്തെ ക്വസ്റ്റിൽ 2 വിട്ടു, 3ാമത്തെ ക്വസ്റ്റിൽ 1 വിട്ടു, 4ാമത്തെ ക്വസ്റ്റിൽ വേറെ 2 വിട്ടു. അങ്ങനെ നോക്കാതെ എല്ലാ ക്വസ്റ്റിലും ഒരു സബ് ക്വസ്റ്റിനെങ്കിലും ഞാൻ വിട്ടിട്ടുണ്ടാകും. അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയിട്ടേ ഇല്ല. നമുക്ക് ജീവിതത്തിൽ വിജയം എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമല്ല വിജയം ഉണ്ടാകുന്നത്, സ്മാർട്ട് വർക്ക് കൊണ്ട് മാത്രമല്ല വിജയം ഉണ്ടാകുന്നത്, പ്രോപ്പർ ടൈം മാനേജ്മെൻറ്റോട് കൂടിയിട്ടുമാണ്. ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മണിക്കൂറാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്കുള്ള സമയം. 15 നിമിഷമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനുള്ള ഒരു കൂളിംഗ് ഓഫ് പീരീഡ് തന്നിട്ടുള്ളത്. 3 മണിക്കൂറേ ഉള്ളൂ എന്ന് കരുതുക. ഈ 3 മണിക്കൂർ കൊണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം എന്നുള്ളതാണ് ദ ബേസിക് റൂൾ. സാർ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ വിട്ടാൽ എന്താ സംഭവിക്കുക? 80 മാർക്കിന് എഴുതിയാലും ഞാൻ പാസ്സാവില്ലേ? അല്ലെങ്കിൽ 60 മാർക്കിന് എഴുതിയാലും എനിക്ക് പാസ്സാകാമല്ലോ, 40 മാർക്കല്ലേ വേണ്ടു. സോ ഡോണ്ട് പ്ലേ ഓവർ സ്മാർട്ട്. നമ്മൾ വരുന്നത് 100% മാർക്കുകൾ കൊണ്ട്, അല്ലെങ്കിൽ 95% മാർക്ക് കൊണ്ട്, അല്ലെങ്കിൽ ഫുൾ A+ കൊണ്ടൊക്കെയാണ് നമ്മൾ വരുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കമ്പനി സെക്രട്ടറി പോലെയുള്ള അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി പോലെയുള്ള കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൊഫഷണൽ എക്സാമിനേഷന് 40% മാർക്ക് സ്കോർ ചെയ്യുന്നത് തന്നെ ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, 100 മാർക്കിനും എഴുതിയാൽ പോലും നമുക്ക് എത്രയേ കിട്ടുള്ളൂ? 60 മാർക്കേ കിട്ടുള്ളൂ, നന്നായിട്ട് എഴുതുന്ന ഒരു കുട്ടിയാണെങ്കിൽ. കാരണം റാങ്ക് എന്നൊക്കെ പറയുന്നത് ഒരു 60-65% മാർക്കാണ് റാങ്ക് എന്ന് പറയുന്നത്. അപ്പം 100 മാർക്കിന് എഴുതിയാൽ 60 മാർക്ക് കിട്ടുമെങ്കിൽ 60 മാർക്കിന് എഴുതിയാൽ 36 മാർക്കേ കിട്ടുള്ളൂ. നമ്മൾ തോറ്റിരിക്കും. സോ കമ്പനി സെക്രട്ടറി ഡിസംബർ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ ആദ്യത്തെ തീരുമാനം എന്തായിരിക്കണം? എല്ലാ ക്വസ്റ്റ്യനും, ഈച്ച് സബ് ക്വസ്റ്റ്യൻ, ഒരു സബ് ക്വസ്റ്റ്യൻ പോലും വിടാതെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക എന്നുള്ളതായിരിക്കണം. You cannot pass without answering all the questions. Golden rule number 1. എത്ര നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിലും 99% കുട്ടികളും തോൽക്കും അവർ മുഴുവൻ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എങ്കിൽ. സോ ഫസ്റ്റ് ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ്. Answer all the question is a very simple advice what I can give you. But how to achieve that? അതിനാണ് നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് വേണ്ടത്. പ്രോപ്പർ ടൈം മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു അനലോഗ് വാച്ച് വെക്കണം. എന്തിനാ അനലോഗ് വാച്ച് വെക്കണേ? നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 5-16 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുമാണ് സാധാരണ ഉണ്ടാവുക. ഞാൻ ഓർഡിനറി കേസാണ് പറയണത്. മൊത്തം 6 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. ഈ 20 മാർക്കിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൽ 5 സബ് ക്വസ്റ്റ്യൻ ഉണ്ടാകുമെന്ന് കരുതുക. ബാക്കിയുള്ളതിലെല്ലാം 4 സബ് ക്വസ്റ്റ്യൻ ഉണ്ടാകുമെന്ന് കരുതുക. അപ്പോൾ മൊത്തം 25 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുണ്ട്. ഞാൻ വളരെ വളരെ ക്ലിയർ ആണ്.
ഈ അതിപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ഈ 4 മാർക്കിന് ഒരു ക്വസ്റ്റൻ എന്നുള്ളത് 1 മാർക്കിൻ്റെ 4 ക്വസ്റ്റൻ ആകാം. പക്ഷേ ഓൺ ആൻ ആവറേജ് സാധാരണ നോർമൽ കേസിൽ 25 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യണം 4 മാർക്കിൻ്റെ. ഇങ്ങനെ തന്നെ വിചാരിക്കാം നമുക്ക്. അപ്പോൾ ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് നമുക്ക് എത്ര സമയമെടുക്കാം? ടോട്ടൽ നമ്മുടെ കയ്യിൽ 180 മിനിറ്റ് ആണുള്ളത്. 180 മിനിറ്റ്സ് ടു എക്സ്പ്രസ് യുവർ നോളജ്. നിങ്ങളുടെ വിവരം പേപ്പറിലേക്ക് ആക്കാൻ 180 മിനിറ്റേ ഉള്ളൂ. സാർ വയറുവേദനയായിരുന്നു, സാർ തലവേദനയായിരുന്നു, സാർ പനിയായിരുന്നു, സാർ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, സാർ വണ്ടിയിൽ വന്നപ്പോൾ ലേറ്റായി, സാർ. ഈ കഥകളൊന്നും നടക്കില്ല. അതുകൊണ്ട് എക്സ്ക്യൂസുകളൊന്നും ഇതിൽ നടക്കുമോ? മാർക്ക് കിട്ടുമോ? ഇല്ല. സോ ഒരു ക്വസ്റ്റ്യൻ എത്ര സമയമെടുക്കാം? നമ്മുടെ കയ്യിൽ 180 മിനിറ്റും 25 ക്വസ്റ്റ്യനുമുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം, അത് പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യണം, അണ്ടർലൈൻ ചെയ്യണം, ടാഗ് ചെയ്യണം, 2ാം പ്രാവശ്യം ഒന്നുകൂടി ഓടിച്ച് വായിച്ച് ബാക്കിയുള്ള ഫൈൻ ട്യൂണിങ് ചെയ്യണം, എന്നിട്ട് പേപ്പർ കൊടുക്കണം. ഇതിനെല്ലാം കൂടെ 3 മണിക്കൂർ, 180 മിനിറ്റ്സ്. എൻ്റെ എക്സ്പീരിയൻസിൽ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യന് നിങ്ങൾ മാക്സിമം കൊടുക്കേണ്ടത് 6 മിനിറ്റാണ്. അതായത് എവറി 4 മാർക്ക് ക്വസ്റ്റ്യൻ ഹാസ് ടു ബി ആൻസേർഡ് വിതിൻ എ ടൈം ഓഫ് 6 മിനിറ്റ്സ്. ഇഫ് യു ടേക്ക് മോർ ദാൻ 6 മിനിറ്റ്സ്, ദാറ്റ് ഈസ് സൂയിസൈഡൽ. ഐ എം ടെല്ലിങ് ദിസ്. എവറി 4 മാർക്ക് ക്വസ്റ്റ്യൻ ഹാസ് ടു ബി ആൻസേർഡ് വിതിൻ 6 മിനിറ്റ്സ്. 6 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ 25 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ 150 മിനിറ്റ്, അതായത് 2.5 മണിക്കൂറിൽ നമ്മുടെ പരീക്ഷ കഴിയും. എൻ്റെ സാറേ ഇത്രയും ഡയമണ്ട് കട്ട് ചെയ്യുന്നത് പോലെ ക്ലിയർ കട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളും മനുഷ്യനാണ്, ഞാനും മനുഷ്യനാണ്. നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നു, ഞാൻ പരീക്ഷ എഴുതിയതാണ്. ചില ക്വസ്റ്റ്യൻ നമുക്ക് 6, 7, 8 മിനിറ്റ് വന്നേക്കാം. ചില ക്വസ്റ്റ്യൻ നമുക്ക് 4 മിനിറ്റിൽ ആൻസർ ചെയ്യാൻ പറ്റിയേക്കാം. പക്ഷെ നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ടത്, ഒരു ക്വസ്റ്റ്യനും ഞാൻ 6 മിനിറ്റിൽ കൂടുതൽ സമയം ഇനീഷ്യൽ സ്റ്റേജിൽ കൊടുക്കില്ല. ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ തുടങ്ങുന്നു, ആ ക്വസ്റ്റ്യൻ ഒരു 80% എഴുതുന്ന സമയത്ത് 6 മിനിറ്റ് കഴിഞ്ഞു. ഇനി ആ ക്വസ്റ്റ്യൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇനി ആലോചിച്ച് എഴുതാൻ നമുക്ക് അധികം സമയം 2-3 മിനിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക അവിടെ നിർത്തുക എന്നുള്ളതാണ്. അതിന് ഇനി ബാക്കി എഴുതാൻ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി എത്ര സ്ഥലം വേണ്ടി വരുമോ ആ സ്ഥലം വിട്ടേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് തുടങ്ങുക. അതിനെ 6 മിനിറ്റിൽ അവസാനിപ്പിക്കുക. അങ്ങനെ എവറി ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ടു ദ മാക്സിമം 150 മിനിറ്റ്സിൽ നിങ്ങളുടെ എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കും. 150 മിനിറ്റിൽ നിങ്ങളുടെ എക്സാമിനേഷൻ കഴിഞ്ഞാൽ ബാക്കി 30 മിനിറ്റ് ഉണ്ട്. ഈ 30 മിനിറ്റിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓരോ ക്വസ്റ്റ്യനും, ഉദാഹരണം ക്വസ്റ്റ്യൻ നമ്പർ 1, അതിൻ്റെ ഈ സബ് ക്വസ്റ്റ്യൻ നമ്പർ 1 ചെയ്തിട്ടുണ്ടോ, സബ് ക്വസ്റ്റ്യൻ നമ്പർ 2 ചെയ്തിട്ടുണ്ടോ, സബ് ക്വസ്റ്റ്യൻ നമ്പർ 3 ചെയ്തിട്ടുണ്ടോ, സബ് ക്വസ്റ്റ്യൻ നമ്പർ 4 ചെയ്തിട്ടുണ്ടോ, സബ് ക്വസ്റ്റ്യൻ നമ്പർ 5 ചെയ്തിട്ടുണ്ടോ നോക്കണ്ടേ? നമുക്ക് ഇങ്ങനെ നോക്കി നമുക്ക് മാർക്ക് ചെയ്യണം. ഈ മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ആ ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കാം. അതിൻ്റെ ഏതെങ്കിലും കൺക്ലൂഷൻ എഴുതാൻ വിട്ടുപോയി, അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ടില്ല, സെക്ഷൻ അണ്ടർലൈൻ ചെയ്തിട്ടില്ല, പോയിന്റ് അണ്ടർലൈൻ ചെയ്തിട്ടില്ല, അവസാനത്ത് എന്തെങ്കിലും ഒരു പാരഗ്രാഫ് എഴുതാനുണ്ട്, ഇതൊക്കെ എഴുതാനുള്ള സമയമാണിത്. നിങ്ങൾക്ക് അങ്ങനെ ആ 30 മിനിറ്റ്സ് മിനിമം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും, കൺക്ലൂഡ് ചെയ്യാനും സാധിക്കും. അനാവശ്യമായിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ വീട്ടിലിരുന്ന് ആലോചിക്കുന്ന പോലെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് പരീക്ഷ എഴുതാൻ നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കില്ല. അത് നിങ്ങളുടെ എക്സാമിനേഷന് പരാജയപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞു. 2, ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2, വൃത്തിയായിട്ട് എഴുതുക. സാർ ഞാൻ പേപ്പർ 25 ഷീറ്റ് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ 10 ആൻസർ ബുക്ക് എഴുതിയിട്ടുണ്ട്, ഒരു കാര്യമില്ല കേട്ടോ. നിങ്ങൾ എന്തെഴുതി എന്ന് നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടല്ല പരീക്ഷ എഴുതുന്നത്. അത് നോക്കുന്ന എനിക്കത് മനസ്സിലാകണം നിങ്ങൾ എന്താണ് എഴുതിയതെന്നുള്ളത്. അതെനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മാർക്ക് തരില്ല. നിങ്ങൾ 25 ആൻസർ ബുക്ക് ചെയ്താൽ നിങ്ങൾ തോൽക്കും. സോ വൃത്തിയായിട്ട് എഴുതുക. വൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കിത് വായിക്കാൻ പറ്റുമോ? കുറച്ച് സമാധാനമായി ഉരുട്ടി കുറച്ച് വലുതാക്കി. ചില ആൾക്കാരെ കണ്ട് ചെറുതായിട്ട് കുനു അങ്ങനെയൊന്നും എഴുതരുത്. കുറച്ച് വലുതാക്കി അവർക്ക് വായിക്കാൻ വേണ്ടി വാക്കുകളൊക്കെ ഓരോ വേർഡുകളും അത് വിട്ട് ഗ്യാപ്പ് ഇട്ട് വൃത്തിയായിട്ട് എഴുതുക. ഒരു ലൈൻ എക്സ്ട്രാ വിടണമെന്നുണ്ടെങ്കിൽ വിട്ടേക്കുക. ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ വളരെ സ്ട്രോങ് ബുള്ളറ്റ് പോയിന്റ്സ്, നന്നായിട്ട് മാർക്ക് ചെയ്ത് ബുള്ളറ്റ് പോയിന്റ്സ് എഴുതുക. അതുപോലെ ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ 1A എന്ന് എഴുതുന്നത് അണ്ടർലൈൻ ചെയ്യുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഏതെങ്കിലും ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്നും ഇംഗ്ലീഷുകാരല്ലല്ലോ.
അതുകൊണ്ട് നമ്മുടെ എക്സ്പ്ലനേഷൻ ചിലപ്പോൾ ആർക്കും മനസ്സിലാവില്ല. നമ്മൾ ഉദ്ദേശിച്ചത് ഒന്നും വേറൊന്നായിരിക്കും സംഭവിക്കുക. അങ്ങനത്തെ സിറ്റുവേഷൻസ് നിങ്ങൾ ചെയ്യേണ്ടത് എക്സാമ്പിൾ എഴുതി അവസാനിപ്പിക്കുക. ഒരു എക്സാമ്പിൾ, റൈറ്റ് എൻ എക്സാമ്പിൾ ഫോർ ദാറ്റ്. സോ യുവർ ഇൻറ്റൻഷൻ ഷുഡ് ബി മേക്ക് മീ ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് യുവർ ആൻസർ എന്നായിരിക്കണം. നോട്ട് യുവർ ഒരു കോൺഫിഡൻസ് അല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സമാധാനം ആയിരിക്കരുത് ലക്ഷ്യം. സാർ ഞാൻ 4 ഷീറ്റ് എഴുതിയിട്ടുണ്ട് എന്നിട്ടും എനിക്ക് മാർക്ക് തന്നില്ല. സാർ 4 ഷീറ്റ് നിങ്ങൾ എഴുതിയിട്ട് എന്താ കാര്യം? എനിക്കതൊന്നും മനസ്സിലായില്ല. സോ മേക്ക് മീ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു വാണ്ട് ടു റൈറ്റ്. 2. 3, എന്നോട് കഴിഞ്ഞ 2-3 പരീക്ഷയിൽ പലരും പറയാം ഫ്രണ്ട് പേജിൽ മാർക്ക് ചെയ്യാൻ വിട്ടുപോയി. രജിസ്ട്രേഷൻ നമ്പർ എഴുതിയപ്പോൾ തെറ്റിപ്പോയത്, അല്ലെങ്കിൽ അത് വിട്ടുപോയി. ഇതൊന്നും പറഞ്ഞിങ്ങോട്ട് വന്നേക്കരുത്. നിങ്ങളുടെ പരീക്ഷ നിങ്ങളാണ് എഴുതിയതെന്ന്, എത്ര ക്വസ്റ്റ്യൻ എഴുതിയെന്ന് എക്സാമിനർക്ക് മനസ്സിലാവുള്ള ഒരൊറ്റ വഴി എന്താ അതിൻ്റെ ഫ്രണ്ടിൽ എഴുതണം. അപ്പം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കറക്റ്റായിട്ട് എഴുതുക. ഓരോ ക്വസ്റ്റിനും കറക്റ്റായിട്ട് ഏതൊക്കെ ക്വസ്റ്റൻ ആൻസർ ചെയ്തിട്ടുണ്ട്, സബ് ക്വസ്റ്റൻ ആൻസർ കറക്റ്റായി മാർക്ക് ചെയ്യുക. ടാഗ് അതിനെ കറക്റ്റായിട്ട് ടാഗ് ചെയ്യുക. അതിന് ശേഷമേ പിന്നെ 4, ഏതെങ്കിലും കണക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ മനക്കണക്ക്, നിങ്ങൾക്കൊന്നും മനക്കണക്ക് ചെയ്യാൻ അറിയില്ല, ഡെഫിനറ്റായിട്ട് ഇന്നത്തെ ജനറേഷൻ കുട്ടികൾക്ക് മനസ്സിൽ കണക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതൊന്നും ശ്രമിക്കേണ്ട. ഹാവ് യുവർ 12 digit കാൽക്കുലേറ്റർ. Then whatever working notes you are using for, like if you are preparing a working note for a particular question, write working note for question number 1 എന്ന് എഴുതിയിട്ട് അത് എഴുതൂ. അഥവാ നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്നറിയാൻ, അല്ലെങ്കിൽ ചെയ്ത പ്രോസസ്സ് ശരിയാണോ എന്നറിയാൻ എക്സാമർ ചിലപ്പോൾ വർക്കിംഗ് നോട്ട് നോക്കും. പ്രത്യേകിച്ച് CAFM, ടാക്സ് പോലത്തെ പേപ്പർ, അല്ലെങ്കിൽ അഡ്വാൻസ് ടാക്സ് ലോ പോലത്തെ പ്രൊഫഷണൽ പേപ്പറുകളിലൊക്കെ ആ വർക്കിംഗ് നോട്ട് നോക്കും. ആ വർക്കിംഗ് നോട്ട് നോക്കുന്ന സമയത്ത് ആൾക്ക് മനസ്സിലാകും നിങ്ങൾ ചെയ്ത സിസ്റ്റം ശരിയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് അസംഷൻ ആയിരുന്നു ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഒരു മടിയും വിചാരിക്കേണ്ട. ഒരു വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും ആവശ്യമായ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തെങ്കിലും വർക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വർക്കിംഗ് ചെയ്തിട്ട് അത് വർക്കിംഗ് നോട്ട് ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 1, വർക്കിംഗ് നോട്ട് ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് എഴുതുക വൃത്തിയായിട്ട്. സോ ദാറ്റ് വാട്ട് വിൽ ഹാപ്പൻ, ഒരു ഷീറ്റ് ഒരു ബുക്ക് എടുത്തോളൂ, ഒരു എക്സ്ട്രാ ബുക്ക് എടുത്ത് വർക്കിംഗ് നോട്ട് കൊണ്ട് ഉപയോഗിച്ചോളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം, എന്നാൽ പരീക്ഷയിൽ പാസ്സാവും. പരീക്ഷയിൽ പാസ്സാകണം, നിങ്ങൾ പാസ്സാകണം എന്ന് നിങ്ങൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടോ അത്രമാത്രം ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒരു ഗുരുകുലമാണ്. കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം പഠിപ്പിക്കുന്നു. ഇന്ത്യയിൽ റാങ്ക് ഹോൾഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഗുരുകുലമാണിത്. വെറും ലിമിറ്റഡ് നമ്പർ സീറ്റ്സ് ആണുള്ളത്. CS എക്സിക്യൂട്ടീവിന് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും, CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിന് ഓൺലൈനായിട്ടും, CS പ്രൊഫഷണലിന് ഏത് മോഡ്യൂളിനും ഓൺലൈനായിട്ടും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. സോ നന്നായിട്ട് പഠിക്കുക. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് കൂടെ കേട്ടിട്ട് ഇത് കൂടെ വിടാതിരിക്കുക. കാരണം ഐ വാണ്ട് ടു സീ യു ആസ് എ കമ്പനി സെക്രട്ടറി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അഭിപ്രായങ്ങൾ, സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത 10 ദിവസം ഞാൻ കമൻറ്റ് നോക്കും. ഐ വിൽ റിപ്ലൈ ടു ദാറ്റ്. അടുത്തൊരു വീഡിയോ വരേക്കും. ദിസ് ഈസ് രാജീവ് സൈനിങ് ഓഫ്. താങ്ക് യു.